എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഇപ്പോഴത്തെ OTT പ്ലാറ്റ്ഫോമിന് ചിത്രം വലിയൊരു റെക്കോർഡ് നേട്ടം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രത്തിന്റെ OTT റൈറ്റ്സിന് അതിനെ റെക്കോർഡ് നോക്കി വിറ്റുപോയിരിക്കുന്ന ഒരു അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിനെ കുറിച്ച് ഉടനെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വിറ്റുപോയ തുകകളെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സുകുമാരൻ അണിയിച്ചൊരുക്കിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ ഇതുവരെയുള്ള സകല റെക്കോർഡും ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ട് 300 കോടി നേട്ടമായിട്ട് എമ്പുരാൻ മാറിയിരിക്കുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. 30 ദിവസം കൊണ്ട് ചിത്രം 325 കോടി രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ബിസിനസ് ഉൾപ്പെടെയാണ് ചിത്രം ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സ്കാനിലേക്ക് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ചിത്രം ഏകദേശം 266 കോടി രൂപയ്ക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ചിത്രത്തിന്റെ ബാക്കി തുകകൾ സ്വന്തമാക്കിയിരിക്കുന്ന ബിസിനസ് പരമായിട്ടാണ്. ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സും അതോടൊപ്പം സാറ്റലൈറ്റും അതോടൊപ്പം OTT റൈറ്റ്സ് എല്ലാം കൂടെ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്ന ഏകദേശം 60 കോടിക്ക് അടുത്തുള്ള ഒരു തുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന ഹോട്ട്സ്റ്റാറാണ്. ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ഏകദേശം 40 മുതൽ 50 കോടിക്ക് അടുത്തുള്ള ഒരു തുകയ്ക്കാണ് ഇപ്പോഴത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റുകളാണ് റിവ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളുടെയായിട്ട് ചിത്രം OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് എത്തുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് സ്വന്തമാക്കാൻ പറ്റാത്ത റെക്കോർഡ് തുക തന്നെ ലാലേട്ടൻ ചിത്രം സ്വന്തമാക്കിയപ്പോൾ മലയാളത്തിലെ സകല റെക്കോർഡും പഴങ്കഥയായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ ടൊവിനോ തോമസ് മൾട്ടി സ്റ്റാർ ചിത്രം 2018 കളക്ഷനോട് ഇനി ലാലേട്ടൻ ചിത്രം എമ്പുരാനെ തകർക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈസ്റ്റർ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സാധ്യതകൾ ഏറെയാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനായിട്ട്. അപ്പോൾ ലാലേട്ടൻ ചിത്രം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഫൈനൽ കളക്ഷനായിട്ട് 500 കോടി നേടുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.